നിലവിലെ സർക്കാരിനെതിരായി കഴിഞ്ഞ 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് ഒരു ഇലക്ഷൻ വരുന്നു. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഈ ഇലക്ഷന് വേണ്ടിയിട്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും തയ്യാറെടുത്തിരുന്നു, പ്രത്യേകിച്ച് കോൺഗ്രസ്. അങ്ങനെയുള്ള സമയത്താണ് ഇവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി എത്രയൊക്കെ കൺഫ്യൂഷൻസ് ആണ്. മനസ്സിലാക്കിയത് വെച്ചിട്ട് സീറ്റ് വേണ്ടാത്തവരായിട്ട് അവിടെ ആരുമില്ല. ഒരു മണ്ഡലത്തിൽ തന്നെ എത്ര സ്ഥാനാർത്ഥികളാണ്? ലീഗും ജമാഅത്തെയും പോലെ എത്ര പേരെയാണ് പ്രീണിപ്പിക്കേണ്ടത് ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവിടാൻ വേണ്ടി? എനിക്ക് തോന്നുന്നു ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രീണനമല്ലാതെ നല്ല ഭരണം കാഴ്ചവെക്കുമെന്നും കൂടെ പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ഈ ഒരു സമയത്ത് ഇലക്ഷൻ വരുമെന്നും ആ ഇലക്ഷന് വേണ്ടി തയ്യാറെടുത്തിരിക്കണമെന്നും അവിടെ പ്ലാൻഡ് അല്ലായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് ഈ ഭരണവിരുദ്ധ വികാരവുമുള്ളപ്പോ എങ്ങനെയാണ് ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനായിട്ട് കോൺഗ്രസിന് ഇവര് കുത്തുക? എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസിന് ഈ കൺഫ്യൂഷൻസ് ഒക്കെ റിക്കവർ ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രൂവ് ചെയ്യേണ്ടി വരും. നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്, ഈ ഭരണവിരുദ്ധ വികാരത്തിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ഒറ്റക്കെട്ടാണെന്ന് വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യേണ്ടി വരും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ പ്രഹസനങ്ങൾ എന്ന് പറഞ്ഞാലും ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു, നിലവിലെ സർക്കാർ സ്ഥാനാർത്ഥി ലിസ്റ്റ് സ്വിച്ചിട്ട പോലെ പുറത്തുവിടുന്നു. അവരെത്രത്തോളം പ്ലാൻഡ് ആണെന്നാണ് കാണുന്നത്. അതുപോലെ BJP NDA സ്ഥാനാർത്ഥികളിലും ഓരോരോ ഘട്ടങ്ങളായിട്ട് പെട്ടെന്ന് തന്നെ പുറത്തുവിട്ടും അവരും പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ ഈ ചക്ക ഒഴിച്ച് വോട്ടേഴ്സ് ലിസ്റ്റ് പേരില്ലാത്തവരുടെ സ്ഥാനാർത്ഥികളായി ഒരു ട്രോള് വാങ്ങിക്കുന്ന ഒരു സംഭവ വികാസം